ദേവാലയവും ദേവാലയത്തിലെ വസ്തുക്കളുമെല്ലാം തന്നെ ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതായതുകൊണ്ട് അതിനെ അലക്ഷ്യമാക്കാതെ വളരെ സൂക്ഷ്മതയോടുകൂടെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നവർ ഉപയോഗിക്കുന്നത്. ഉപയോഗം കഴിഞ്ഞാൽ അത് ഏറ്റവും വൃത്തിയാക്കി അതിനെ സൂക്ഷിക്കേണ്ട സ്ഥാനത്ത് വയ്ക്കുകയും വീണ്ടും ആവശ്യം വരുമ്പോൾ അവയെ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവ് നമുക്കറിയാം. എന്നാൽ നമ്മളുടെ ശരീരത്തെക്കുറിച്ച് അതിനേക്കാൾ പ്രത്യേകമായ ചില കാര്യങ്ങൾ വചനത്തിലൂടെ ദൈവം നമ്മളെ ഓർപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. 6 വീണ്ടും പൗലോസ് ഓർപ്പിക്കുന്നു. 19 ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ശരീരമെന്നും നമ്മളെ ദൈവം വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു പുത്രൻ തമ്പുരാന്റെ രക്തത്തിലൂടെ, അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്കുള്ളവരല്ല എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഒന്നാമത് നമ്മൾ നമുക്കുള്ളവരല്ല, നമ്മൾ വേറൊരാളുടെ ഉടമസ്ഥതയിലുള്ള ശരീരമാണ് നമ്മുടേത്. അങ്ങനെയാണെങ്കിൽ ഉടമസ്ഥനിഷ്ടമായ വിധത്തിലാണ് നമ്മുടെ ശരീരത്തിന്റെ ഘടനകളെ നാം സൂക്ഷിക്കേണ്ടത്. എന്നുവെച്ചാൽ നമ്മളുടെ കാഴ്ച യജമാനന് ഇഷ്ടമുള്ളതായിരിക്കണം, നമ്മുടെ കേൾവി യജമാനന് സന്തോഷമുണ്ടാക്കുന്നതായിരിക്കണം, നമ്മളുടെ വാക്കുകൾ യജമാനനെ ആനന്ദിപ്പിക്കുന്നതായിരിക്കണം, നമ്മളുടെ നിരൂപണങ്ങളിൽ അവന് സ്ഥാനം കൊടുക്കണം. ആരും അറിയാതെ നാം ചെയ്യുന്ന കാര്യങ്ങളും ആരും അറിയാതെ നാം പറയുന്ന കാര്യങ്ങളും എല്ലാം തന്നെ അവൻ്റെ ഉടമസ്ഥതയിലാണെന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. കണ്ണുകൾ കാണുന്ന കാര്യങ്ങൾ, എത്ര മണിക്കൂറുകൾ മൊബൈലിൽ കൂടെ നാം കാര്യങ്ങൾ കാണുമ്പോൾ, നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്രമാത്രം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനാണ് നമ്മുടെ സമയം നാം ഉപയോഗിക്കുന്നത്. എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ കേൾക്കുന്നു, എന്തൊക്കെ സംസാരിക്കുന്നു, വളരെ പ്രധാനപ്പെട്ടവ ആണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ നമുക്കും സൂക്ഷിക്കാം. ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായിരിക്കാൻ നമുക്കും വളരെ സൂക്ഷ്മതയോടുകൂടെ തന്നെ നമ്മുടെ ശരീരത്തെ സൂക്ഷിച്ചു കൊണ്ടുപോകാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം.